അതും 7 സ്പീഡിൽ 1.2 ലിറ്റർ വരുന്ന GT-TSI. അതുപോലെ തന്നെ GTIന്റെ ഗ്രില്ല് GTIന്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. 2018 മോഡല് 18 മോഡൽ വാഹനം ഫുൾ ലോണിൽ കൊടുക്കട്ടോ. ഫുൾ ലോണിൽ 1 രൂപ മുടക്ക് വേണ്ട. ഡോക്യുമെന്റേഷൻ ചാർജ് ഒന്നാം തീയതി വരെ ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. കസ്റ്റമർ എടുക്കുന്ന സമയത്ത് ഏത് വാഹനത്തിനും റോഡ് സൈഡ് അസിസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫുൾ ലോൺ വാഹനങ്ങൾക്ക് നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ് ഒന്നാം തീയതി വരെ. അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും ഒന്നാം തീയതിക്കുള്ളിൽ നമ്മൾ ബുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫ്രീ ആണ്. 4,90,000 വരെ ലോൺ ചെയ്യാം. മാക്സിമം 4,90,000 വരെ. ഡീസലിന് 18 കിലോമീറ്റർ 5,25,000 കൊടുക്കാം. 5,25,000 വണ്ടി കൊടുക്കാം. ഫുൾ ലോൺ അല്ല, 5,65 വരെ ലോൺ ചെയ്യാം. 35,000 രൂപ നമുക്ക് കസ്റ്റമർ കൊടുക്കാം. 27 വരെ ഫുൾ പേപ്പർ ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്. 4 വീൽ ഡ്രൈവില് AC പവർ സ്റ്റാരിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് ഇല്ല, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന. നമ്മളങ്ങനെ വീണ്ടും വണ്ടൂരുള്ള RB മോട്ടോഴ്സിൽ എത്തിയിട്ടുണ്ട്. സമീർ ഭായി അടുത്ത് നമ്മളെ കൂടെ സമീർ ഭായി ആണ്. എല്ലാ ഓഫറിലും അവർക്കുണ്ട്. പജേറകൾ, അതായത് ഓഡികൾ, പോള GT ഉണ്ട്, പോള സാധാ റെഡ് അങ്ങനെ ഉണ്ട്. എല്ലാ ഓഫർ പ്രൈസുകൾ 15ഓളം വണ്ടികൾക്ക് ഫുള്ള് ലോൺ വണ്ടികൾ. 5 വണ്ടികൾ, അതായത് 25,000 മുതൽ 4 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടികൾ. വണ്ടി എടുക്കുന്ന ആളുകൾക്ക് 4 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാം. പോരാത്തതിന് ഇയർ എൻഡ് ഓഫർ, റോഡ് സൈഡ് അസിസ്റ്റ്, അതായത് RSA കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോയി പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് സഹായിക്കാനുള്ള സൗകര്യങ്ങൾ അതൊക്കെ നമ്മൾ RB മോട്ടോഴ്സിൽ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മൾ 24 മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നത്. ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അതോടുകൂടെ തന്നെ ഈ 1-ം തീയതി വരെ വാഹനം എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും 1-ം തീയതി വരെ ബുക്ക് ചെയ്താൽ മതി. ബുക്ക് ചെയ്ത് വാഹനം ബുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ 9 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി, നല്ല ബ്രാൻഡ് സാധനം, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, നല്ല ലോക്കൽ അല്ല, നല്ല ബ്രാൻഡ് സാധനം നിങ്ങൾ എല്ലാ വാഹനത്തിനും ഫ്രീ ആണ്. അതോടുകൂടെ തന്നെ ഈ 15ഓളം ഫുൾ ഓൺ വണ്ടികൾക്ക് നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. ഒരു വണ്ടിയിലും ആ ഫുൾ ഓൺ വണ്ടിയിലൊന്നും ഡോക്യുമെന്റേഷൻ ചാർജ് ഇല്ല, ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാണ്. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ഒരുപാട് ആളുകൾ ലൊക്കേഷൻ ചോദിച്ചു വിളിക്കാറുണ്ട്. അതുകൊണ്ട് ലൊക്കേഷന് വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റോഡിൽ പോകുമ്പോ റിലയൻസിന് തൊട്ട് ചാരി റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി വ്യാപാരി ഭവൻ റോഡില് ഒരു 200 മീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്. വീട്ടിൽ തന്നെയാണ്. 40 വണ്ടികൾ നമ്മുടെ കയ്യിൽ 1-ം തീയതി വരെ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ. അതോടുകൂടി തന്നെ ഇന്ന് മുതൽ എല്ലാ വണ്ടിയിലും 6 മാസത്തേക്കോ 1 കൊല്ലത്തേക്കോ നിങ്ങൾക്ക് റോഡ് സൈഡ് അസിസ്റ്റ്, എണ്ണ കഴിഞ്ഞ് കുടുങ്ങി നിന്നാ വരെ നമുക്ക് എണ്ണ അടിക്കാനുള്ള സൗകര്യം. 5 ലിറ്റർ എണ്ണ കിട്ടും. അതിന്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. അത് മറ്റേ പഞ്ചറായി കുടുങ്ങിയാൽ പോലും അവർ സഹായം ചെയ്തു തരും. എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ അതിനുള്ള സൗകര്യങ്ങൾ എല്ലാവരും ചെയ്തു തരും. ഒന്നും അറിയണ്ട. കിട്ടൂല. നമ്മളന്ന് വണ്ടി എടുത്ത് നമ്മൾ 24 മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നിരുന്നത്. ഇന്ന് മുതൽ നമ്മളത് കൊടുക്കുകയാണ്. എത്ര മുതൽ വണ്ടി തുടങ്ങുന്നുണ്ട്? നമുക്ക് ഒരു 2 ലക്ഷത്തിന്റെ മുകളിലുള്ള വണ്ടികൾ നമ്മുടെ കയ്യിൽ 3 തരം പോളോകളുണ്ട്. റെഡ്, വൈറ്റ്. കസ്റ്റമർക്ക് എല്ലാ എൻക്വയറി ഉള്ള വാഹനങ്ങളും മൊത്തമുണ്ട്. ചെറിയ കേരള രജിസ്ട്രേഷൻ വണ്ടി, മേജർ ആക്സിഡന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് കൊടുക്കും. 2 പാർട്ട് എന്തായാലും വീഡിയോ വരും. വീഡിയോ കണ്ടാലോ? തീർച്ചയായും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കാണുന്ന മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെട്ട ഒരു 4x4 പജേറോ എന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മളെ വീണ്ടും RBയിലാണ്. നമ്മളെ കൂടെ സമീർ ഭായി ആണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. വന്നിട്ടില്ലേ? അതെ. അപ്പൊ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2007 മോഡല്, 2007 പക്ക കേരള രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ 01 വാഹനം ഉള്ളത്. 34 നമ്പർ. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വൈറ്റ് ആൻഡ് റെഡ് കളറാണ്. ഇത് നമ്മളടുത്ത് മുന്നേ ഞാൻ കാണിച്ചിരുന്നു. അന്ന് ചെറിയ നമ്മൾ ഓഫ് റോഡ് കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു പെർഫോമൻസ് കുറവുണ്ടായിരുന്നു. ആ പെർഫോമൻസ് കുറവ് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ വർക്ക്ഷോപ്പ് കയറ്റി അതിന്റെ ഹെഡിന് ചെറിയൊരു കണ്ടീഷൻ കുറവുണ്ടായതുകൊണ്ട് പുതിയ ഹെഡ് തായ്ലൻഡിൽ നിന്ന് വരുത്തി എല്ലാം ക്ലിയർ ചെയ്തു. ഫുള്ള് ക്ലിയർ ആക്കി എല്ലാ സർവീസും കഴിഞ്ഞ് ഓയിലും ഫിൽറ്ററും ഒക്കെ മാറി വെച്ചിരിക്കുന്ന വണ്ടിയാണ്. കസ്റ്റമർക്ക് 1 രൂപന്റെ പണി എടുക്കുന്ന ആവശ്യമില്ല.
എണ്ണ അടിച്ച് ഓടിയാൽ മതി. അതിന്റെ മാറിയ സ്പെയർ മൊത്തം നമ്മൾ അതിൽ ഡിക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾക്കാർ കാണാൻ വേണ്ടിയില്ലേ. പേപ്പർ സബ് ആമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 27 വരെ ഫുൾ പേപ്പർ ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്. 4 വീൽ ഡ്രൈവില് AC പവർ സ്റ്റാരിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് ഇല്ല, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനം. അതെ, അതും പക്കാ കേരള വാഹനമാണ്. ഓഫ് റോഡ് ഇതിനെ കഴിഞ്ഞിട്ട് വേറെ വണ്ടികളുള്ളൂ. അതെ, അത്രയും ക്വാളിറ്റി ഉള്ള പക്കാ കേരള വാഹനമാണ്. 1,80,000 കിലോമീറ്റർ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മെക്കാനിക് ഭാഗത്തൊക്കെ നിങ്ങൾ ഒരു ഭാഗം ചിന്തിക്കണ്ട, എല്ലാ സർവീസ് കഴിഞ്ഞാൽ വാഷ് ചെയ്ത്. റെഡ് കളർ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളറാണ്. 5,90,000 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു 10,60,000 രൂപ 70,000 രൂപന്റെ സർവീസ് ഇപ്പൊ കഴിച്ചിട്ടുള്ളൂ. അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് 5,90,000 രൂപ നമുക്ക് കൊടുക്കുന്നത് കറക്റ്റ് റേറ്റിനാണ്. നമുക്ക് ഇനിയും റേറ്റ് കുറച്ച് കൊടുക്കാം. ലോൺ കയറില്ല, ലോൺ റെഡിയായി കൊണ്ടുപോകാം. മൈലേജ് ഒരു 10 കിലോമീറ്ററിന്റെ അകത്ത് ആ റേഞ്ചിൽ 10 ലെവലിൽ നമുക്ക് മൈലേജ് കിട്ടും. 4 വീൽ ഡ്രൈവ് ആട്ടോ, ഓൾ വീൽ ഡ്രൈവ് 4x4 വരുന്ന വാഹനമാണ്. ഒരുപാട് ഫിറ്റിംഗ്സ്, ഒരുപാട് ഫീച്ചേഴ്സും വരുന്ന നല്ല അടിപൊളി ലെതർ സീറ്റ്, ടച്ച് സ്ക്രീൻ ഉണ്ട്, റിവേഴ്സ് ക്യാം ഉണ്ട്, അത് സബ് ആമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല 2007 എന്തായാലും ഒരുപാട് അതെ അതെ കറക്റ്റ് ആയിട്ടുണ്ടാവും. അടുത്ത വണ്ടി മഹീന്ദ്രന്റെ TV100. അതെ, 300 ആണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും ഓപ്ഷൻ കൂടിയ വാഹനം. അതും ബ്ലാക്ക് കളറിൽ സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ. 5 പുത്തൻ ടയർ കസ്റ്റമർക്ക്. RS നമ്മള് യാസിൻ ഭായി ഇപ്പൊ നമ്മൾ ചെയ്യുന്ന 24 മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് RS റോഡ് സൈഡ് അസിസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ ഇന്ത്യയിൽ എവിടെ നമ്മൾ വാഹനം ഷോറൂമിൽ എത്തിക്കാനുള്ള സെറ്റപ്പ് അവർ ചെയ്യും. ഈ ഫ്യൂല് കമ്മിയായിട്ട് നിൽക്കുകയാണെങ്കിലും 5 ലിറ്റർ ഫ്യൂല് നമുക്ക് അത് ചെയ്യാം. ഇന്ത്യയിൽ എവിടെയും ഓൾ ഇന്ത്യ 2024 മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് കുറച്ചും കൂടി മുന്നോട്ട് നീക്കി ഇന്ന് മുതൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന വാഹനങ്ങൾക്ക് 1 കൊല്ലം അല്ലെങ്കിൽ 6 മാസം നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റ് ഫ്രീ ആയിട്ട് എല്ലാ വാഹനങ്ങൾക്കും ഫ്രീ ആയിട്ട് റോഡ് സൈഡ് അസിസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RB മോഡൽസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പേടിക്കണ്ട, ഇന്ത്യയില് ലോകത്ത് ഇന്ത്യയിൽ എവിടെയും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു ഇതിലായിരുന്നു നമ്മൾ അത് ക്ലിയർ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് 24 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് കുറച്ചും കൂടി മുന്നേ. അതെ അതെ, നമ്മളതിലാണ് ആദ്യമായിട്ട് പറയുന്നത്. റോഡ് സൈഡ് അസിസ്റ്റ് RSA നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. 6 മാസത്തേക്കോ അല്ലെങ്കിൽ 1 കൊല്ലത്തേക്കോ റോഡ് സൈഡ് അസിസ്റ്റ് ഫ്രീ ആണ് എല്ലാ വാഹനങ്ങളിലും. 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പ്, അതും പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി. ഒരു ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി 4-5 പുത്തൻ ടയർ, പുതിയ ടയർ, ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കും. കസ്റ്റമർക്ക് 50,000 മുതൽ 60,000 രൂപ വരെ ക്യാഷ് ബാക്ക് ലഭിക്കും. വണ്ടി എടുക്കുന്നവർക്ക് 50,000 കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ കണ്ടീഷന്. ഫുൾ ലോൺ വണ്ടികളിൽ നമ്മൾ ഈ 1-ാം തീയതി വരെ എടുക്കുന്ന കസ്റ്റമർക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ. അതും ഫ്രീ ആണ്. ലോണിന്റെ ഡോക്യുമെന്റേഷൻ ചാർജ് അവർക്ക് ഫ്രീ ആണ്. സുഖമായിട്ട് വണ്ടി എടുക്കാം, വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഫുള്ള് ലോൺ വണ്ടികളിൽ ഇപ്പൊ ഒരു 15ഓളം വണ്ടികളുണ്ട്. ആ ഫുള്ള് ലോൺ ഉള്ള വണ്ടികൾക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. 1-ാം തീയതി വരെ, ജനുവരി 1-ാം തീയതി വരെ. അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ 1-ാം തീയതി വരെ നമ്മൾ വാഹനങ്ങൾ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതും ഫ്രീ. അതുണ്ടോ? അതും ഫ്രീ. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്താൽ ഇപ്പോഴും ഉണ്ട്. ഈ 1-ാം തീയതിക്കുള്ളിൽ നമ്മൾ ഏത് വണ്ടിക്കും ആൻഡ്രോയിഡ് എന്തായാലും കിട്ടുമല്ലോ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ബുക്ക് ചെയ്താൽ മതി. നമ്മൾ അന്ന് പറഞ്ഞ ഡെലിവറി എടുക്കണം പറഞ്ഞത്. ബുക്കിംഗ് കിട്ടിയാൽ തന്നെ നമുക്കത് സാധനം കൊടുക്കാം. ഏകദേശം 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി ഉള്ള സംഗതിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതും ബ്രാൻഡ് ന്യൂ, നല്ല ബ്രാൻഡ് സാധനങ്ങള്. ഇത് 2017 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ്, യാതൊരുവിധ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം നമുക്ക് 6,20,000 രൂപക്ക് കൊടുക്കാം. W8 T8 ആണ് ഏറ്റവും ടോപ്പ് വരുന്നത്. വോയിസ് കമന്റ് വരെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വർത്താനം പറയാം. അതെ, അതുപോലെ എല്ലാ ഫീച്ചേഴ്സ് വരുന്ന വാഹനം നമുക്ക് ഇത് നമുക്ക് എന്ത് ചെയ്യാം, 6,20,000 രൂപ കൊടുക്കുക. 6,80,000 രൂപ വരെ ലോണും കയറും. കസ്റ്റമർക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. റോഡ് സൈഡ് അസിസ്റ്റന്റ് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ആയിട്ട് റോഡ് സൈഡ് അസിസ്റ്റ് കൊടുക്കും നമ്മൾ. ഡീസൽ ഒരു 17 കിലോമീറ്റർ, 7 സീറ്ററിൽ 17 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. അടുത്ത വണ്ടി പോളാണ് GT.
പോളോ TSI അതും 7 സ്പീഡിൽ 1.2 ലിറ്റർ വരുന്ന GT TSI. അതുപോലെ തന്നെ GTIന്റെ ഗ്രില്ല് GTIന്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല. പക്കാ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന മൊത്തം വണ്ടികൾ. ഇല്ല, ഒറ്റ റീവണ്ടി പോലും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. എല്ലാ വാഹനവും പക്കാ കേരള രജിസ്ട്രേഷൻ ആണ്. കസ്റ്റമർ എടുക്കുന്ന സമയത്ത് ഏത് വാഹനത്തിനും റോഡ് സൈഡ് അസിസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ള് ലോൺ വാഹനങ്ങൾക്ക് നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ് 1-ാം തീയതി വരെ. അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും 1-ാം തീയതിക്കുള്ളിൽ നമ്മൾ ബുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫ്രീ ആണ്. അതെ, ഡിസംബർ ഓഫറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് 2015 ലാസ്റ്റ് മോഡലാണ്. 15 ലാസ്റ്റ് മോഡല് 82,000 കിലോമീറ്റർ ഓടിയ ഹൈലൈൻ ആണ് ഓപ്ഷന്. ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ്. അതായത് ഡുവൽ എയർ ബാഗ്, ABS, അലോയ്, ബാക്ക് വൈപ്പർ, കമ്പനി നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ടച്ച് സ്ക്രീൻ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വേറെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വെക്കും ചെയ്യാം. ഓട്ടോമാറ്റിക്കില് പെട്രോൾ ആണ് വേരിയന്റ്. GTIന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനം നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5.5 ലക്ഷം കൊടുക്കാം. വെറും 5.5 ലക്ഷം രൂപക്ക് GT TSI ഓട്ടോമാറ്റിക് കൊടുക്കാം. അത് 82,000 കിലോമീറ്റർ ഓടിയ ജെനുവിൻ കമ്പനി ഹിസ്റ്ററിയോടെ ഉള്ളതാണ്. ഹിസ്റ്ററി ഒക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് നമ്പർ ഉണ്ട്. ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോന്നാൽ മതി. അതെ, ഉറപ്പുവരുത്തിയിട്ട് കമ്പനി ഫുള്ള് സർവീസ് അല്ല, പക്ഷെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് 5 ലക്ഷം രൂപന്റെ അകത്ത് ലോൺ ചെയ്യാം. ഒരു 50 രൂപന്റെ ഉള്ളിൽ ഒരു 70 രൂപന്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. അത്ര ഗ്യാരണ്ടി ആണ്. അതെ അതെ അതെ. പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് ഒരു 15 ലോങ് ഡ്രൈവില് 15 വരെ കിട്ടും. സിറ്റി ഡ്രൈവിൽ ഒരു 10-12 ലെവലിൽ എന്തായാലും കിട്ടും. കസ്റ്റമർക്ക് GT എന്നൊക്കെ പറഞ്ഞ പെർഫോമൻസുകാരാണ്. പവർഫുൾ എഞ്ചിനാണ് വാഹനം. അതായത് നമ്മൾ കാർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, നമ്മൾ മനസ്സുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കാർ എത്തിക്കാൻ പറ്റും. അത്രയും പവർഫുൾ വാഹനമാണ്. സ്റ്റെബിലിറ്റി വാഹനത്തിന് ഏത് സ്പീഡിൽ പോയിട്ട് നമ്മൾ വളവടിക്കണമെങ്കിലും വണ്ടി അനങ്ങൂല, വണ്ടി കുലുങ്ങൂല. അത്രയും പവർഫുൾ എഞ്ചിനാണ്. അത് സ്റ്റെബിലിറ്റി ഉണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ് പോളോ. അതെ, അടുത്ത വണ്ടി ബലേനോ വൈറ്റ് കളറിൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. 2016 ലാസ്റ്റ് 4 പുത്തൻ ടയർ ഉണ്ട്. കസ്റ്റമർക്ക് 4 പുതിയ ടയർ, പുതിയ പമ്പർ ടു പമ്പർ ഇൻഷുറൻസ്. അല്ല, പമ്പർ ടു പമ്പർ കമ്പനി ഇൻഷുറൻസ്. വേറെ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. നല്ല അടിപൊളി മെക്കാനിക്, നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ആ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. സീറ്റ് ആണ് ഇതിന്റെ മുകളിൽ ആൽഫ ഉണ്ട്. സീറ്റ് അതിൽ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, മറ്റേ അതുപോലെ തന്നെ മിറർ ഫോൾഡിങ്, ഇലക്ട്രിക്കൽ മിറർ, കമ്പനി സ്റ്റീരിയോ, ഡുവൽ എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, എല്ലാ ഫീച്ചേഴ്സും വരുന്നതാണ്. വരാത്തത് DR മാത്രമേ വരാത്തുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ല അടിപൊളി വാഹനം. അതും പക്ക കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. 1-ന്റെ മുകളിലോടി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. നമുക്ക് 5,25,000 രൂപ കൊടുക്കാം. 5,25,000 വണ്ടി കൊടുക്കാം. ലോണല്ല, 5,65 വരെ ലോൺ ചെയ്യാം. 35,000 രൂപ നമുക്ക് കസ്റ്റമർ കൊടുക്കാം. ഈ വാഹനത്തിനും നമുക്ക് ഫ്രീ ഡോക്യുമെന്റേഷൻ ചാർജ്, ഫ്രീ ആൻഡ്രോയിഡ് 1-ാം തീയതിക്കുള്ളില്, അതുപോലെ തന്നെ RS റോഡ് അസിസ്റ്റ് എല്ലാ വാഹനങ്ങൾക്കും ഫ്രീ. ഇവിടെ നിൽക്കുന്ന ഏത് ചെറുവണ്ടി വലിയ വണ്ടിക്കും ഫ്രീ ആയിട്ട് റോഡ് അസിസ്റ്റ് കൊടുക്കുന്നത്. പെട്രോളാണ്. ഒരു 18 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. റീപ്ലേസ് ഇല്ല. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നതാണ്. അടുത്ത വണ്ടി ഒരു ലിമിറ്റഡ് എഡിഷൻ i20 സെഡാൻ ടൈപ്പ് വണ്ടികളല്ല, ആഷ് ബാക്ക് വണ്ടികളെ ചാകരാണല്ലേ. 2018 മോഡല് 18 മോഡൽ വാഹനം ഫുൾ ലോണിൽ കൊടുക്കട്ടോ. ഒരു രൂപ മുടക്ക് വേണ്ട. ഡോക്യുമെന്റേഷൻ ചാർജ് 1-ാം തീയതി വരെ ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. 2018 മോഡൽ 6 എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, പ്രൊജക്ടർ, ഹെഡ്ലാമ്പ്, DRL, ഡയലൈറ്റ്, എല്ലാ ഫീച്ചേഴ്സ് വരുന്നതാണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് വൈപ്പർ, നാവിഗേഷൻ വരുന്ന വാഹനം കേട്ടോ. 45,000 രൂപന്റെ സെറ്റ് കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്ന വാഹനമാണ്. വേറെ ആൻഡ്രോയിഡ് നമ്മളെ വേറെ ബുക്ക് ചെയ്താൽ മതി. ഡെലിവറി എടുക്കേണ്ട ആവശ്യമില്ല. ബുക്ക് ചെയ്താൽ മതി.
അതായത് നമുക്ക് 6 എയർ ബാഗ് സീറ്റിലും റൂഫിലും ഒക്കെ എയർ ബാഗ് വരുന്ന വാഹനം. ഫുൾ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്, 18 to 20 കിലോമീറ്റർ മൈലേജും കിട്ടുന്ന റീപ്ലേസ് ഇല്ലാത്ത വാഹനം. കമ്പനി സർവീസ് ഹിസ്റ്ററി, റീപ്ലേസ് ഇല്ല, സിംഗിൾ ഓണർ, ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ്. വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇതിന്റെ കസ്റ്റമർ കമ്പനിയിൽ നിന്ന് ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ കമ്പനി സർവീസ് കഴിഞ്ഞ് ഇപ്പൊ ഒരു 1000 കിലോമീറ്റർ ആയിട്ടുണ്ടാവുള്ളൂ സർവീസ് കഴിഞ്ഞിട്ട്. വണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വണ്ടി എടുക്കുക, കസ്റ്റമർക്ക് ഓടുക, അത്ര മാത്രം ചെയ്താൽ മതി. റോഡ് സൈഡ് അസിസ്റ്റ് ഫ്രീ ആണ് എല്ലാ വാഹനങ്ങൾക്കും. ഇന്ന് മുതൽ നമ്മൾ റോഡ് സൈഡ് എവിടെ കുടുങ്ങിയാലും നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകും. സർവീസ് കാര്യങ്ങളൊക്കെ സ്റ്റേഷനോ അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള എല്ലാ ക്യാരേജും അവർ എത്തിച്ചു തരും. പൈസ കൊടുക്കാതെ ഒരു കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ നമ്മൾ വണ്ടിയുടെ ചെയ്തു കൊടുക്കും. 7,25,000 രൂപക്ക് നമുക്ക് വാഹനം കൊടുക്കാൻ പറ്റും. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇയർ എൻഡിങ് ഓഫർ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വന്ന കസ്റ്റമർ വന്ന വണ്ടി ഉണ്ടെന്ന് കൺഫേം ആക്കി വന്നോളൂ. മാക്സിമം നമ്മൾ കുറച്ചെടുക്കാം. ഫോണിലൂടെ കുറെ ബാർഗൈൻ ചെയ്ത സമയം വേസ്റ്റ് ആക്കി വണ്ടി ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് വണ്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. വന്നു കഴിഞ്ഞാൽ ഫുൾ ലോണിൽ വണ്ടി കൊടുക്കും. 750 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകും. അടുത്ത വണ്ടി വീണ്ടും റെഡ് കളർ i20 ഡയമണ്ട് കട്ട് പ്ലാറ്റിന്റെ വീലാണ്. നല്ല കോസ്റ്റ്ലി വീലാണ്. 2017 മോഡൽ എലൈറ്റില് ഇറ എന്ന ഓപ്ഷൻ വരുന്ന ഡീസൽ വേരിയന്റ്. 76,000 കിലോമീറ്റർ വാഹനം ഓടിച്ചിട്ടുള്ളത്. ഇപ്പൊ പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ള ഇൻഷുറൻസ് പുതിയ എടുത്തിട്ട് കസ്റ്റമർ പേര് മാറാതെ RC തരില്ല, അതിന്റെ പേര് മാറാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലവില് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ്, 11 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീന്, റീവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ്, ABS, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനാണ്. 2017 ലാസ്റ്റ് 5 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് ഇപ്പൊ എടുത്തിട്ടുണ്ട്. 560 ഫൈനൽ ആയിട്ട് കൊടുക്കാം. 5,60,000 രൂപയില് ഫൈനലാണ്. ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് 5.35 വരെ ലോണും ചെയ്യാം. ഒരു 10,25,000 രൂപ ഉണ്ടെങ്കിൽ ഡീസൽ i20 കൊണ്ടുപോകാം. 76,000 കിലോമീറ്റർ ഓടിയ വാഹനം നമുക്ക് കസ്റ്റമർക്ക് കൊണ്ടുപോകാം. അതെ, മാക്സിമം ലോണുള്ള വാഹനം. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പോന്നാൽ മതി. നല്ല അടിപൊളി ടയർ ഉണ്ട്, വീലുണ്ട്, സബ് ഇല്ല, ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളുണ്ട്, നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസൽ വാഹനമാണ്. ഒരു 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. അടുത്ത വണ്ടി റെഡ് കളർ പോളോ. നമ്മള് വൈറ്റ് കണ്ടു, ഇത് റെഡ് ആണ്. ഇതും 15 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഡീസൽ ഹൈലൈൻ, മറ്റേത് പെട്രോൾ ഹൈലൈൻ ആണ്. ഇത് ഡീസൽ ഹൈലൈൻ, ഏറ്റവും ടോപ്പ് വേരിയന്റ്. അവർ ഡുവൽ ടോൺ ചെയ്തതാട്ടോ, ചെയ്തതാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് ചെയ്തതാണ്. വേറെ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, കാര്യങ്ങൾ ഒന്നും നിലവിലില്ല. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. അലോയ്, എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഫുൾ ഓപ്ഷൻ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് നമുക്ക് കസ്റ്റമർക്ക് പുതിയ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കാം. 1-ാം തീയതി വരെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫ്രീ ആണ്. കസ്റ്റമർക്ക് 5,30,000 രൂപക്ക് വണ്ടി കൊടുക്കാം. 5.30 ഫൈനല് ഇനിയും കുറച്ചു കൊടുക്കാം നമുക്ക്. അതിന് 4,90,000 വരെ ലോൺ ചെയ്യാം. മാക്സിമം 490 വരെ. ഡീസലില് 18 കിലോമീറ്റർ GT അല്ല, സാധാ ഡീസലിൽ പോളും. അത് 4 സിലിണ്ടർ ആട്ടോ, 3 സിലിണ്ടർ അല്ല, 4 സിലിണ്ടർ ആണ്. 15 4 സിലിണ്ടർ വന്നിട്ടില്ല. 14 മുതൽ എഞ്ചിൻ മാറ്റം വന്നിട്ടുണ്ട്. ഇത് അപ്ഗ്രേഡ് ചെയ്ത് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി പട്ടപടായിട്ട് പോകാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. 50 മറ്റേ നമ്മള് മണ്ണാർക്കാട് രജിസ്ട്രേഷൻ വാഹനമാണ്. കസ്റ്റമർക്ക് ഒരു 30 രൂപ 40 രൂപ ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് കൊണ്ടുപോകാം. റെഡ് കളറിൽ ഫ്രീ ആണ്. അടുത്തുണ്ട് വൈറ്റ് കളർ റിഡ്സ്. അത് 2014 ആട്ടോ. റിഡ്സ് 15ഓടുകൂടെ നിർത്തിയിട്ടുണ്ട്. 14 ലാസ്റ്റ് വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു കസ്റ്റമർ നമ്മളെ കയ്യിൽ സെയിലിന് വന്നതാണ്. പാർക്ക് സെയിൽ ആണ്. അതിൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരു വണ്ടി പർച്ചേസ് ചെയ്തപ്പോ അവർക്ക് ആ വണ്ടി വീട്ടിൽ 2 വണ്ടി ഉപയോഗിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു പാർക്ക് ആൻഡ് സെയിൽ വെച്ചിട്ടില്ല. 2014 ലാസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പിൽ 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക് എല്ലാം ഫിറ്റ് ആണ്. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനും നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കൊടുക്കും. 1-ാം തീയതി വരെ ബുക്ക് ചെയ്ത ആളുകൾക്ക് കസ്റ്റമർക്ക് കൊടുക്കും. നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന എല്ലാ വണ്ടിയിലും കൊടുക്കും. പാർക്ക് ആൻഡ് സെയിൽ നമുക്ക് ഒഴിവാക്കൂല, അതിനും കൊടുക്കും. 3,60,000 രൂപയാണ്. ഇനിയും റേറ്റ് കുറച്ചു കൊടുക്കുക.
കസ്റ്റമർ ഡയറക്റ്റ് വിളിച്ച് നമുക്ക് ഇനിയും പൈസ കുറച്ചു കൊടുക്കാം. അതോടുകൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3,30,000 വരെ ലോണും ചെയ്യാം. മാക്സിമം VDA ആണ്, AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, RPM മീറ്റർ, കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഓക്കെയാണ്. ഇൻഷുറൻസ് എന്തായാലും അടുത്ത കൊല്ലം ഒരു 6 മാസം വരെ ഇൻഷുറൻസും ഉണ്ട്. കസ്റ്റമർക്ക് 360 ചോദിക്കുന്നത്, കുറച്ചു കൊടുക്കും. കസ്റ്റമർ ഡയറക്റ്റ് വിളിച്ചോളി. 1-ാം തീയതിക്കുള്ളിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കൊടുക്കാം. ഫുൾ ഓഫർ ആട്ടോ. ഓഫറിന് ഒരു പെരുമക്കാലം ഡിസംബർ RB കൊടുക്കണ്ടല്ലേ. ഓക്കെ, ഒരു 10,000 അല്ലെങ്കിൽ 20,000 വണ്ടി ഇറക്കാം. അതെ. ഓക്കെ, അടുത്ത വണ്ടി 7 സീറ്റ് ആണ്, അതും ടാക്സിയിലാണ്. എർട്ടിക്കയാണ്. അതെ, എർട്ടിക്ക ടാക്സിയിലുള്ള അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓഫർ. അതായത് ഇപ്പൊ നിയമം വന്നിട്ടുണ്ട്, ടാക്സി വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ലൈഫ് ടാക്സ് ഇല്ലാത്ത വാഹനം എടുത്താല് ഇനി അങ്ങോട്ട് മുന്നോട്ട് ടെസ്റ്റ് എടുക്കാൻ പറ്റില്ല, പണി കിട്ടും. അപ്പൊ ലൈഫ് ടാക്സ് എനിക്കും പണ്ട് കിട്ടിയതാണ്. ഇത് ലൈഫ് ടാക്സ് ഞാൻ എടുക്കുന്ന സമയത്ത് ലൈഫ് ടാക്സ് നിർബന്ധമില്ലായിരുന്നു. ഇപ്പൊ നിർബന്ധം 34,400 റുപ്യ കെട്ടി ടാക്സ് ലൈഫ് അടച്ചിട്ടാണ് വണ്ടി നമ്മളിപ്പോ ഇപ്പൊ നിലവിൽ ടെസ്റ്റ് എടുത്തു. GPS ഫിറ്റ് ചെയ്തു. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. മെക്കാനിക് എല്ലാം ഫിറ്റ് ഉള്ള വാഹനം. 2015 ആണ്. 15 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, KL7 രജിസ്ട്രേഷൻ വരുന്ന മെക്കാനിക്കലിന് ഫിറ്റ് ഉള്ള വാഹനം. ഡിക്കി റീപ്ലേസ് ആട്ടോ. ഡിക്കി റീപ്ലേസ് ആണ്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ പില്ലർ ബക്കൽ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഡിക്കി മാത്രം റീപ്ലേസ്ഡ് ആണ്. പേസ്റ്റിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. VDA AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, സെൻട്രൽ AC ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, കമ്പനി സ്റ്റീരിയോ ഉണ്ട്, റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. GPS ഫിറ്റ് ആക്കിയാണ്. GPS നിർബന്ധമാണ്. അതുപോലെ തന്നെ ലൈഫ് ടാക്സ് നിർബന്ധമാണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. 4 ലക്ഷം IDV ഉള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. കസ്റ്റമർക്ക് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ പുതിയ പേപ്പറിൽ പുതിയ ടെസ്റ്റ് ഉള്ള വാഹനം നിങ്ങൾക്ക് വെറും 50 റുപ്യ ഉണ്ടെങ്കിൽ അങ്ങനെ ലോൺ ചെയ്യണമെങ്കിൽ ഒരു ട്രാക്ക് വേണം. അതായത് ടാക്സിയിൽ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ 50,000 രൂപ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 4.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. 5,20,000 രൂപക്ക് നമുക്ക് കൊടുക്കാം. 5,25 ആണ് മാക്സിമം. ഇനിയും കുറച്ച് കൊടുക്കാം. റോഡ് സൈഡ് അസിസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ 1-ാം തീയതിക്കുള്ളിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കൊടുക്കുന്നുണ്ട്. ടാക്സി വണ്ടി കൊണ്ടുപോകാം. അത് 7 സീറ്റ് വണ്ടി. അതെ. അടുത്ത വണ്ടി ഒരു XUV കേട്ടോ, 500. അതും ടോപ്പ് വേരിയന്റ് കേട്ടോ. 2012 പക്കാ കേരള രജിസ്ട്രേഷൻ വാഹനം. ഒരുപാട് റീവണ്ടികൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം. 2012 W8 ഒറിജിനൽ ലൈഫ് ടാക്സ് ഉള്ള വാഹനമാണ്. ഒറിജിനൽ കേരള വാഹനം. 2012 മോഡല്. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അടുത്ത കൊല്ലം 8-ാം മാസം വരെയുള്ള ഇൻഷുറൻസ് ഉണ്ട്. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ആക്സിഡന്റ് ഒന്നുമില്ല. 8 എയർ ബാഗ് വരുന്ന കമ്പനി ലെതർ സീറ്റ് കവർ വരുന്നുണ്ട്. ഇൻബിൽഡ് തന്നെ അതിൽ നമുക്ക് നാവിഗേഷനും കാര്യങ്ങളും ഒക്കെ വരുന്ന വാഹനമാണ്. ഫുൾ ഓപ്ഷന്. അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. W8 നമുക്ക് റീപ്ലേസ് ഒന്നുമില്ല. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ്. 5 ലക്ഷം വരെ ലോണും കിട്ടും. മാക്സിമം 5 ലക്ഷം വരെ ലോൺ കിട്ടും. അതായത് ഈ വാഹനം കേരള വണ്ടി ആയതുകൊണ്ടാണ് ലോൺ കിട്ടുന്നത്. DR ഡയലൈറ്റ് പ്രൊജക്ട് ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം നമുക്ക് വെറും 5,60,000 രൂപ കൊടുക്കാം. വെറും 5,60,000 രൂപക്ക് കേരള വാഹനം കൊടുക്കാം. 5 ലക്ഷം ലോൺ കിട്ടും. 60,000 രൂപയ്ക്ക് മഹീന്ദ്രന്റെ ഈ സാധനം കൊണ്ടുപോകാം. അതെ, ഈ വലിയ 7 സീറ്റർ വാഹനം, അതും മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ്. അതെ, എല്ലാ ഭാഗങ്ങളും. ഡീസലിൽ ഒരു 12 കിലോമീറ്റർ വരെ മൈലേജ് നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉള്ള വാഹനമാണ്. പവർഫുൾ. അതെ അതെ. അടുത്ത വണ്ടി ഹോണ്ട സിറ്റി. നല്ല ഡിമാൻഡ് ഉള്ള വണ്ടി, എല്ലാവരും ചോദിക്കുന്ന വണ്ടി. 1,50,000 രൂപ ക്യാഷ് ബാക്ക്. കസ്റ്റമർക്ക് 750 സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ഇനി 700 സിവിൽ സ്കോർ ഉണ്ടെങ്കിലും ഫുൾ ലോണും കിട്ടും. അങ്ങനെയുള്ള ഒരു വണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ. ഹോണ്ട സിറ്റിയിൽ സിംഗിൾ ഓണർഷിപ്പ് വളരെ കുറവായിട്ട് കിട്ടാറുള്ളൂ. പേരിലൊന്നും മാറിയിട്ടില്ല. പക്ക കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല. VMT അറിയുമ്പോ റൂഫിന്റെ തൊട്ട് താഴെ, സൺറൂഫിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ്. ഇതിലെല്ലാ ഫീച്ചേഴ്സും ഡുവൽ എയർ ബാഗ്, ABS, അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ, ബാക്കിലോട്ട് AC, റിയർ AC കാര്യങ്ങളൊക്കെ വരുന്നത്. മിറർ ഫോൾഡിങ്, ക്ലൈമറ്റ് കൺട്രോൾ, AC, ക്രൂയിസ് കൺട്രോൾ വരെ വരുന്നത്. അലേവിയില് 4 മിച്ചിലിന്റെ ടയർ, ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ്, റീപ്ലേസ് ഒന്നുമില്ല. ഷോറൂം സർവീസ്. 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന
നല്ല ഡീസൽ മൈലേജ് കിട്ടുന്ന നല്ല ഡിമാൻഡ് ഉള്ള വാഹനം. അതെ, നല്ല എൻക്വയറി ഉള്ള വാഹനം. നമുക്കിത് 5,90,000 രൂപ കൊടുക്കാം. വെറും 5,90,000 രൂപ ഹോണ്ട സിറ്റി സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 5,90,000 കൊടുക്കുന്നത്. ഫുൾ ലോൺ ആണ്. 7 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. 7 ലക്ഷം രൂപ വരെ ലോൺ എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചിന്തിക്കാല്ല. റീപ്ലേസ് ഉള്ള വണ്ടികളല്ല, ഫ്ലഡ് ഉള്ള വണ്ടികളല്ല, ആക്സിഡന്റ് ഉള്ള വണ്ടികളല്ല, ഇല്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കും. അതെ, അത് ഒപ്പിട്ട് കൊടുക്കാം. 2014 സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി വണ്ടിയില്ലേ. അതെ. അടുത്ത വണ്ടി വീണ്ടും ഒരു ടാക്സിയിലാണ്. 7 സീറ്റ് മറാസോ. 7 സീറ്റിൽ മറാസോ. മറാസോ നമ്മളെ കയ്യിൽ 5 വാഹനം സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് അല്ല, 1 ടാക്സിയിലും ബാക്കി 4 പ്രൈവറ്റിലും. ഇത് M6 ആട്ടോ. M6 M8 വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഫുൾ ഓപ്ഷൻ ഇരുന്ന വാഹനങ്ങൾ. അതായത് ഫുൾ ഓപ്ഷനിൽ വ്യത്യാസം, ഇതിൽ അലോവിന്റെ സൈസ് വ്യത്യാസം ഉണ്ടാവും. ഇത് 16 സൈസ് അലോവിലാണ്. W8 ആവുമ്പോ അത് 15 സൈസ് അലോവില, 17 സൈസ് അലോവില വരിക. 18 മോഡല്, 18-11 മാസം സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. സിംഗിൾ ഓണർഷിപ്പ് 2018 സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ബുക്ക് സെക്കൻഡ് കീ എല്ലാം ഉള്ള വാഹനം. ഒരു ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, എല്ലാ ഭാഗം ഒക്കെ. ഇതിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ടോ. ഡുവൽ എയർ ബാഗ്, ABS ഉണ്ട്, അതുപോലെ തന്നെ അലോയ് ഉണ്ട്, മിറർ ഇൻഡിക്കേറ്റർ ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും സെൻട്രലൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം. പ്രൊജക്ട് ഹെഡ് ലാമ്പ് DR വരുന്ന വാഹനമാണ്. നമുക്ക് 8 ലക്ഷം രൂപ കൊടുക്കാം. കുറഞ്ഞു കൊടുക്കാം. 8 ലക്ഷം രൂപയ്ക്ക് പുതിയ ഇതൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. GPS കാര്യങ്ങളൊക്കെ ഫിറ്റഡ് ആണ്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററിയോട് കൂടെയുള്ള വാഹനമാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 1,80,000 കിലോമീറ്റർ ടാക്സി ആണ്. പക്ക സർവീസ് ഉള്ള വാഹനം. ഒരിക്കലും ടാക്സി വാഹനങ്ങൾ സർവീസ് ഇല്ലാതെ ഓടൂല. കാരണം ബൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ കസ്റ്റമർക്ക് അതിൽ ബാധിക്കും. അതെല്ലാ സർവീസുള്ള പക്ക വണ്ടി നമുക്ക് വെറും 8 ലക്ഷം രൂപ കൊടുക്കാം. എന്തായാലും കുറച്ചും കൊടുക്കും. എല്ലാ ഓഫറുകളും 1-ാം തീയതി വരെ നമ്മളുണ്ട്. അത് മുതലുള്ള പിന്നെ അങ്ങോട്ട് നമ്മൾ റോഡ് സൈഡ് അസിസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ 1-ാം തീയതിക്ക് മുമ്പുള്ളത് നമ്മൾ ഇപ്പൊ തന്നെ ചെയ്യാണ്. ഇവിടെ നിൽക്കുന്ന ഏത് വണ്ടിക്കും വൈകി കുടുങ്ങാടി വന്ന് ഒന്ന് വലിച്ചുണ്ടായിക്കാണ്ട് ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കണ്ട. അതെ, അതാറുണ്ട്. ലോണ് ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ കയറില്ല. ടാക്സിയിൽ നമുക്ക് ഫുൾ ഓൺ കയറില്ല. പ്രൈവറ്റിൽ വാഹനങ്ങളിൽ 2 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കിട്ടും. പ്രൈവറ്റിലുള്ള 3-4 വാഹനങ്ങളുണ്ട്. അതിലെല്ലാത്തിലും ക്യാഷ് ബാക്ക് 2 ലക്ഷം ഈ വണ്ടിക്കല്ല, വേറെ വണ്ടികളുണ്ട്. അതിന് നമുക്ക് 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കിട്ടും. എന്തായാലും ഒരു 10 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും. 19 രൂപ 7 ലക്ഷം രൂപ വരെ കൺഫേം ആയിട്ട് ലോൺ കിട്ടും ചെയ്യുമല്ലോ അല്ലേ. അടുത്ത വണ്ടി ഇറ്റിയോസ് ലിവാണ്. ഡുവൽ ടൂൺ കളർ വരുന്നില്ല. അലവിലും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയാണ്. ഡീസൽ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പക്ക കേരള രജിസ്ട്രേഷൻ. നമ്മളെ കയ്യിൽ ഒരൊറ്റ വണ്ടി പോലും റീ രജിസ്ട്രേഷൻ വണ്ടി അതെ, ഫുള്ള് കേരള വണ്ടിയാണ്. 7 ലക്ഷം രൂപ കൊടുക്കാം. 18 VD 7 ലക്ഷം രൂപ കൊടുക്കാം. അതും സിംഗിൾ ഓണർഷിപ്പ്. മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ്. കമ്പനി ഒരു ഡോറും ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് ഡോർ ഗ്ലാസോ കാര്യങ്ങളൊന്നും ക്ലെയിം ഇല്ല. മെക്കാനിക് എല്ലാം ഫിറ്റ് ആണ്. ഡുവൽ ടൂൺ കളറാണ്. 1 ലക്ഷം കിലോമീറ്റർ ജെന്യുവിൻ കമ്പനി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാനിക് ആയിട്ട് ഒന്നും ചിന്തിക്കണ്ട. ഈ ടൊയോട്ടന്റെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എത്ര ലക്ഷം കിലോമീറ്ററും കണ്ണും ചുമ്പി ഓടാൻ പവർ എഞ്ചിന് ഒരു രക്ഷയില്ലാത്ത കിർലോസ്കറിന്റെ എഞ്ചിനാണ്. ഒരു രക്ഷയില്ലാത്ത എഞ്ചിനാണ്. ഇപ്പൊ ടൊയോട്ടയുടെ എഞ്ചിനല്ല, മുന്നേ ഉള്ള കിർലോസ്കറിന്റെ എഞ്ചിനൊന്നും. അത് ടൊയോട്ടയുടെ വണ്ടിയെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ടൈമിംഗ് ബെൽറ്റ് ചെയിൻ വരെ മാറണ്ടാതെ നമുക്ക് ഒരു ലക്ഷങ്ങളോളം കിലോമീറ്റർ ഓടാൻ പറ്റും. പ്രോപ്പർ സർവീസ് വേണം. 10,000-ലോ 8,000-ലോ കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുപോകണം. അത് മാത്രം മതി. മെക്കാനിക്കായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ചെലവും ലൈനർ മാറുക, ബ്രേക്ക് മാറുക, ഓയിൽ മാറുക, ടയർ മാറുക, ഓടുക. അത്ര മാത്രമുള്ള അത്രയും ക്വാളിറ്റി ഉള്ള വാഹനം. 1 ലക്ഷം കിലോമീറ്റർ. ഡുവൽ എയർ ബാഗ്, ABS, അലോയ് വീല്, ഡയമണ്ട് കട്ട് വീല്, അത് ബാക്ക് വൈപ്പർ അടക്കം വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. ഇതിന് തൊട്ട് മുകളിൽ VXD ഉണ്ട്. VXD അല്ല, VXD VD തമ്മിൽ സ്റ്റാരിംഗ് കൺട്രോളിലുള്ള മാറ്റം എല്ലാം സെയിം ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. 4 ടയർ ഒരു 90% 4 ടയർ എല്ലാ ടയറും ഫിറ്റ് ആണ്. എത്ര കൊടുക്കാം? 7 ലക്ഷം രൂപ കൊടുക്കാം. ഒരു
6.25 ലക്ഷം രൂപ വരെ ലോണും കിട്ടും. 6,70,50,000 വരെ ലോൺ കിട്ടും. കസ്റ്റമർക്ക് ഒരു 70,000 രൂപ ഉണ്ടെങ്കിൽ ഡീസലിൽ 23 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി കൊണ്ടുപോകാം. ഓഫർ ഇടയ്ക്ക് പറഞ്ഞ ബുദ്ധിമുട്ടാക്കണില്ല, എല്ലാ വണ്ടികൾക്കും ഓഫറാണ്. അടുത്ത വണ്ടി റെഡ് കളറ് പോള മോഡലുള്ള സ്വിഫ്റ്റ് ആണ്. അതെ, ഞങ്ങളില്ലേ 2019 മോഡല്, നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. കസ്റ്റമർക്ക് 44,000 കിലോമീറ്റർ ഓടിയത്. 19 ഏഴാം മാസമാണ് വാഹനം. LXI ഓപ്ഷനിലാണ്. അതിൽ തന്നെ AC പവർ സ്റ്റാരിങ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. കമ്പനി തന്നെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് സ്റ്റീരിയോ വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ, ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. 19 ആട്ടോ മോഡല്. 19 ഏഴാം മാസം ലാസ്റ്റ് വാഹനം. സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ഒന്നുമില്ല. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, 5.5 ലക്ഷം IDV പുത്തൻ ഇൻഷുറൻസും ഉണ്ട്. കസ്റ്റമർക്ക് നമുക്ക് 5,35,000 വരെ ലോൺ ചെയ്യാം. 5,35 ലോൺ ചെയ്യാം. കസ്റ്റമർക്ക് 5,80,000 രൂപക്ക് 2019 ഷിഫ്റ്റ് പെട്രോൾ നമുക്ക് കൊണ്ടുപോകാം. 23 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന മൈലേജ്. ഒരു 20 താഴെ ഒരു 18 വരെ നമുക്ക് കിട്ടുന്ന മൈലേജ് ഉള്ള വാഹനമാണ്. കാരണം പെട്രോളില് പുതിയ മോഡൽ ഷിഫ്റ്റിന് മൈലേജ് ഉണ്ട്, അത്യാവശ്യം മൈലേജ്. 50,000 മുടക്കാണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം. കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് ആൻഡ്രോയിഡും 1-ാം തീയതി റോഡ് സൈഡ് അസിസ്റ്റ് ഫ്രീ ആട്ടോ. എല്ലാ വാഹനങ്ങളും നമ്മൾ എടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഫ്രീ ആണ്. 6 മാസത്തിന് അങ്ങനെ കൊടുക്കും തീർച്ചയായിട്ടും. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കറിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് പേജ് പോലെ പറഞ്ഞത്. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ഫുള്ള് വണ്ടികളാട്ടോ, റോഡ് സൈഡിലും ബൈക്കിലൊക്കെ വണ്ടികളാട്ടോ.